വെൽക്കം ബാക്ക് ടു ഓൾ. എസ്റ്റിമേഷൻ എന്ന പാഠഭാഗത്തിൽ 14ാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ 2 റൂമുള്ള ഒരു ബിൽഡിങ്ങിനെ സെൻട്രൽ ലൈൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ എസ്റ്റിമേഷൻ ചെയ്യാമെന്നാണ് നമ്മൾ പഠിച്ചത്. അതിൽ 2 ക്വാണ്ടിറ്റീസ്, അതായത് 2 ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു ആ 2 ഐറ്റം? എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യാനും പഠിച്ചു, അതേപോലെ തന്നെ ഫൗണ്ടേഷനിൽ കോൺക്രീറ്റ് ഇടുന്നതിൻ്റെ ക്വാണ്ടിറ്റിയും പഠിച്ചു. ഓക്കെ, ബാക്കി ഐറ്റംസ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ പ്ലാന്. ഇത് നമ്മുടെ സെക്ഷനാണ്. ഓക്കെ, ഇനി നമുക്ക് ബ്രിക്ക് വർക്ക് ഇൻ 1:6 സിമെൻറ്റ് മോർട്ടാർ ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഫൗണ്ടേഷനിലും പ്ലിന്തിലും നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്യുകയാണ്. അതിന് എത്ര ക്വാണ്ടിറ്റി വരും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്കറിയാം, ഫൂട്ടിങ്, ആദ്യത്തെ ഫൂട്ടിംഗ് ആണ് ഫസ്റ്റ് ഫൂട്ടിങ് എന്നത്. അത് ഒന്നേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ലെങ്ത് എങ്ങനെ കാണാം? സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് മൈനസ്, അതാണ് 40.1 സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്. അതെങ്ങനെയാണ് കാണാം? നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻ, 2 ജംഗ്ഷൻ ആയിരുന്നു ആ പ്ലാനിലുള്ളത്, അത് 2 ഇൻറ്റു വിടുത്ത്. ഫസ്റ്റ് ഫൂട്ടിങ്ങിൻ്റെ വിടുത്ത് എത്രയായിരുന്നു? 80 സെൻറ്റിമീറ്റർ അല്ലേ ഫസ്റ്റ് ഫൂട്ടിങ്? ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് ഫസ്റ്റ് ഫൂട്ടിങ്. സോറി, ഇത് ഈ 80ൻ്റെ കേട്ടോ, ഒന്നുകൂടെ മാർക്ക് അറിയാം. ഈ 80 മാർക്ക് ചെയ്തിട്ടില്ലേ, അതാണ് ഫസ്റ്റ് ഫൂട്ടിങ്. അതിൻ്റെ ഹൈറ്റ് എത്രയായിരുന്നു? 20 സെൻറ്റിമീറ്റർ ആണ്. ആ ഒരു എറർ ഉണ്ട്, ഓർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതാണ് 40.1 മൈനസ് 2 ഇൻറ്റു 0.8/2. അത് ചെയ്യുമ്പോൾ നമുക്ക് 39.3. അതാണ് ലെങ്ത്ത്. ഇനി അടുത്തത് വിടുത്താണ്. വിടുത്ത് എത്രയായിരുന്നു? 80 സെൻറ്റിമീറ്റർ. അത് അതേപോലെ എഴുതി 0.8 മീറ്റർ. ഉയരം എത്രയാണ്? 20 സെൻറ്റിമീറ്റർ, അതായത് 0.2 മീറ്റർ. അത് ചെയ്യുമ്പം 6.29 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ഫൂട്ടിങ് എന്തായിരുന്നു? അതിൻ്റെ വീതി, രണ്ടാമത്തെ ഫൂട്ടിങ്ങിൻ്റെ വീതി എന്ന് പറയുന്നത് 70 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 70 സെൻറ്റിമീറ്ററും ഉയരം 10 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, 70 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ് ഉയരം. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് 40.1 മൈനസ് 2 ഇൻറ്റു 0.7/2. അത് ചെയ്യുമ്പോൾ 39.4 എന്ന് നമുക്ക് ലെങ്ത്ത് കിട്ടി. അതെവിടെ എഴുതി. ഏതായിരുന്നു വീതി? 70 സെൻറ്റിമീറ്റർ അഥവാ 0.7 മീറ്റർ. ഉയരം 10 സെൻറ്റിമീറ്റർ ആണ്, അത് 0.1 മീറ്റർ. അത് ചെയ്യുമ്പോൾ 2.76 മീറ്റർ ക്യൂബ് കിട്ടും. ഇനി മൂന്നാമത്തെ ഫൂട്ടിങ്ങിൻ്റെ വീതി എത്രയായിരുന്നു? ഇതിൽ നോക്കുക, മൂന്നാമത്തെ ഫൂട്ടിങ്ങിൻ്റെ വീതി 60 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് മൈനസ് ജംഗ്ഷൻ ഇൻറ്റു 0.6/2 ചെയ്യുമ്പോൾ 39.5 എന്ന് കിട്ടി. വീതി 0.6 ആണ്, ഉയരം 0.1 ആണ്. അപ്പോൾ 2.37 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. നാലാമത്തെ ഫൂട്ടിങ്ങിൽ എത്രയായിരുന്നു വീതി? നാലാമത്തെ ഫൂട്ടിങ്ങിൻ്റെ വീതി നോക്കൂ, 50 ആണ് അല്ലേ, 50 ആണ്. അപ്പം 40.1 മൈനസ് 2 ഇൻറ്റു 0.5/2 ചെയ്യുമ്പം 39.6 കിട്ടി. വീതി 0.5 ആണ്, ഉയരം 0.1 ആണ്. ക്വാണ്ടിറ്റി 1.98 കിട്ടി. ഇനി നമുക്ക് പ്ലിന്ത് എബോവ് ഫൂട്ടിങ്, അതായത് പ്ലിന്ത് എബോവ്, ഫൂട്ടിങ്ങിന് മുകളിലുള്ള പ്ലിന്ത്, ഇതാണല്ലോ പ്ലിന്ത്, ഫൂട്ടിങ്ങിൻ്റെ മുകളിലുള്ള പ്ലിന്ത്. ഓക്കെ, അപ്പം അതിൻ്റെ വീതി എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്തിൽ നിന്നും മൈനസ് 2 ഇൻറ്റു 0.4/2 ചെയ്യുമ്പോൾ 39.7 എന്ന് കിട്ടി. അത് അതേപോലെ എഴുതി. വീതി എത്രയാണ്? 40 സെൻറ്റിമീറ്റർ അഥവാ 0.4 മീറ്റർ ആണ്. ഉയരം 80 സെൻറ്റിമീറ്റർ ആണ്. അതെങ്ങനെയാണ് കിട്ടുക? 20 + 60, ഇത് ഈ മൊത്തമാണ് അതിൻ്റെ ഉയരം. അപ്പം 80 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ആ ക്വാണ്ടിറ്റി, ഈ മൊത്തം ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ നമുക്ക് 26.1 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി അടുത്തത്, നമുക്ക് ആദ്യത്തെ ഐറ്റം കഴിഞ്ഞു. ഇനി അടുത്ത ഡാം പ്രൂഫ് കോഴ്സ്, 2.5 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഡാം പ്രൂഫ് കോഴ്സ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സ് നമ്മൾ ഈ വാളിൻ്റെ സൈഡിലൊക്കെയാണ്, വാളിൻ്റെ ആ ലെവലിലാണ് കൊടുക്കുക. അപ്പോൾ വാളിൻ്റെ തിക്നെസ് അല്ലേ നമ്മൾ വീതിയായിട്ട് എടുക്കേണ്ടത്. വാളിൻ്റെ തിക്നെസ് എത്രയാണ്? 0.3 മീറ്റർ ആണ് അല്ലേ, 0.3 മീറ്റർ ആണ്. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. അപ്പം സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് മൈനസ് 2 ഇൻറ്റു സോറി കേട്ടോ, ഡാം പ്രൂഫ് കോഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ വാളിൻ്റെ അല്ല,
നിങ്ങൾ ഡാം പ്രൂഫ് കോഴ്സ് എപ്പോഴും പ്ലിന്ത് ലെവലിലാണ് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കേണ്ടത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. പ്ലിന്തിൻ്റെ ആ ഒരു ലെവലിലാണ് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കുക. അപ്പോൾ പ്ലിന്തിൻ്റെ സൈസ് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ അത് വെച്ച് ചെയ്യാം. 40.1 -2 × 0.4/2 ചെയ്യുമ്പോൾ 39.7. ഓക്കെ, ഇനി 40 സെൻറ്റിമീറ്റർ അതേപോലെ തന്നെ എഴുതി. ഡാം പ്രൂഫ് കോഴ്സ് ആകുമ്പം ഉയരം ആവശ്യമില്ല. ഓക്കെ, അതാലോചിക്കണേ, ഡാം പ്രൂഫ് കോഴ്സിന് ഉയരം ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 15.88 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എല്ലായിടത്തും ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഈ ഡോറിൻ്റെ സില്ല് എന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ അടിവശത്തൊന്നും നമുക്ക് ഡാം പ്രൂഫ് കൊടുക്കണ്ട. അപ്പോൾ അത് നമുക്ക് അവിടുന്ന് കുറയ്ക്കണ്ടേ. ഓക്കെ, അപ്പം ഡോറിൻ്റെ ലെങ്ത് എത്രയാണ്? 1.2 മീറ്ററാണ്. അത് സ്പെസിഫിക്കേഷനിൽ തന്നിട്ടുണ്ട്. സൈസ് നോക്കിയാൽ മതി നിങ്ങൾ. അപ്പം 0.4 ആണ് വീതി അല്ലേ. ഇത് രണ്ടും ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.96 മീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ, ആദ്യത്തേന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ 14.92 മീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ എന്ത് ഡാം പ്രൂഫ് കോഴ്സിൻ്റെ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. എത്രയായിരുന്നു? അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സിന് എത്ര ക്വാണ്ടിറ്റി വരും? 14.92 മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ക്വാണ്ടിറ്റി. ഇനി ലാസ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സിമെൻറ്റ് മോർട്ടാർ ഇൻ സൂപ്പർ സ്ട്രക്ചറിൽ ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി അല്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം വാളിൻ്റെ കനം എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പം അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ 40.1 - 2 × 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജംഗ്ഷൻ × 0.3/2 ചെയ്താൽ 39.8 മീറ്റർ എന്ന് കിട്ടി. അതാണ് അതിൻ്റെ ലെങ്ത്ത്. വീതി 0.3 മീറ്റർ തന്നെയാണ്. ഉയരം എത്രയാണ്? ഇതിലേക്ക് നോക്കൂ. ഇതിൻ്റെ ഉയരം 4.2 മീറ്ററാണ് ഉയരം. അത് അതേപോലെ തന്നെ നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? ഇത് മൊത്തം ഗുണിക്കുമ്പം 50.15 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിൽ നിന്നും നമുക്ക് കുറച്ച് കുറയ്ക്കണം. ഏതൊക്കെയാണ്? ഡോറ്, വിൻഡോ, ഷെൽഫ്. അതൊക്കെ എങ്ങനെയാണ് കുറയ്ക്കാൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ ലോങ് വാൾ ആൻഡ് ഷോർട്ട് വാൾ മെത്തേഡിൽ പറഞ്ഞ അതേപോലെ തന്നെ ഈ ഡോറ്, വിൻഡോ, ഷെൽഫ് എന്നിവ ഇതിന്ന് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ 4.4 മീറ്റർ ക്യൂബ് എന്ന് അങ്ങനെ ചെയ്താൽ കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ ഞാൻ എങ്ങനെയാണ് അത് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് 50.15 ഇത് ഡിഡക്റ്റ് ചെയ്താൽ 45.75 മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ പഠിച്ചു? ഡാം പ്രൂഫ് കോഴ്സിൻ്റെ ക്വാണ്ടിറ്റി കണക്കാക്കാൻ പഠിച്ചു, ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ പഠിച്ചു, ഫൗണ്ടേഷനിലും പ്ലിന്തിലും പഠിച്ചു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.